വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് എന്ന് കരുതുകയാണ്. അപ്പോൾ നമ്മുടെ വാർത്തായാത്ര അങ്ങനെ തുടരുന്നു. മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കൽ ഇടത് നയമല്ല എന്നൊക്കെ മന്ത്രി കെ രാജനൊക്കെ പറയുന്നുണ്ട്. അത് കുറച്ചുകൂടി ശക്തമായി മന്ത്രിസഭയിൽ പറയണം എന്ന് അഭ്യർത്ഥിക്കുകയുമാണ്. വിഷയം പാർട്ടി അന്വേഷിക്കുന്നുണ്ട് എന്ന് മന്ത്രി കെ രാജൻ പറയുന്നുണ്ട്. എന്തായാലും അത് അധികം അന്വേഷിക്കാനില്ല മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും കാര്യമായി തെളിവുണ്ടോ എന്നൊക്കെ ഒരു മന്ത്രി മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് അങ്ങേക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. ഈ പറയുന്ന 6-7 ഫോൺ കോളിനപ്പുറം എന്തെങ്കിലും ഒരു തുള്ളിയുടെ തെളിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കേസ് അംഗീകരിക്കാം. അത് വളരെ പെട്ടെന്ന് ബോധ്യമാവുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് മന്ത്രി അതൊന്ന് പരിശോധിക്കണം പെട്ടെന്ന് എന്ന് അഭ്യർത്ഥിക്കുകയുമാണ്. നിങ്ങളുടെ LDFനുള്ളിൽ അത് ശക്തമായി പറയണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അതായത് ഒരു നടന്ന മകനെ കല്ലുകൊണ്ട് ഇടിച്ച് തലക്കിടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ അച്ഛൻ അറസ്റ്റിൽ. കോഴിക്കോട് പന്തിരങ്കാവ് സ്വദേശി രാജേന്ദ്രനാണ് പിടിയിലായത്. വാക്കേറ്റത്തെ തുടർന്നുണ്ടായ കയ്യാങ്കളിക്കിടെ കല്ലുകൊണ്ട് തലക്കിടിച്ചു. എന്ത് വാക്കേറ്റമാണെങ്കിലും മകൻ്റെ ഒക്കെ തലക്കിടിയോ? മകൻ രഞ്ജിത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിലാണ് എന്നും അറിയുന്നു. പിഴയൊടുക്കിയതിന് പിന്നാലെ സർവീസ് പുനരാരംഭിച്ച റോബിൻ ബസ്സിൽ വീണ്ടും പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ്. പത്തനംതിട്ട മൈലപ്രയിലും മൂവാറ്റുപുഴ ആനിക്കാടും ബസ് തടഞ്ഞു. നിയമം പാലിച്ചാണ് സർവീസ് എന്നാണ് ബസ് നടത്തിപ്പുകാരൻ റോബിൻ ഗിരീഷിന്റെ വാദം. സാധാരണ പരിശോധന എന്ന് മോട്ടോർ വാഹന വകുപ്പും പ്രതികരിച്ചു. പത്തനംതിട്ടയിൽ നിന്ന് രാവിലെ 5 മണിക്കാണ് സർവീസ് പുനരാരംഭിച്ചത്. 2 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് തടഞ്ഞു. രേഖകൾ പരിശോധിച്ച ശേഷം സർവീസിന് അനുമതി. നിയമം പാലിച്ചു മാത്രമാണ് ഓടുന്നതെന്ന് ബസ് നടത്തിപ്പുകാരനായ റോബിൻ ഗിരീഷ്. ഒന്നല്ല, ഇപ്പം 3-4 ജയിൽവാസം കഴിഞ്ഞിട്ടാണ് എന്തായാലും ഈ നിയമം ഉണ്ട് എന്ന് ഞാൻ തെളിയിച്ചു. ഇനി ഇതിൻ്റെ ബാക്കി വഴിയെ കാണാം. എന്തായാലും 4 വണ്ടി റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഫീസ് അടയ്ക്കാനുള്ള ബ്ലോക്ക് ഈ വണ്ടിക്കേ മാറിയിട്ടുള്ളൂ, ബാക്കി വണ്ടികൾക്ക് മാറിയിട്ടില്ല. കോട്ടയത്തും ഇടുക്കിയിലും പരിശോധനയുണ്ടായില്ല. മൂവാറ്റുപുഴ ആനിക്കാട് എത്തിയപ്പോൾ വീണ്ടും ബസ് തടഞ്ഞു. മുൻകൂട്ടി ബുക്ക് ചെയ്തവർ തന്നെയാണോ യാത്ര ചെയ്യുന്നതെന്ന് ഉറപ്പിക്കാനായിരുന്നു പരിശോധന. അതൊന്നും ഇതിനകത്തില്ല. ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് ചെക്ക് ചെയ്യുന്നു. കോടതിയുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ഞാൻ അഭിപ്രായം ഒന്നും പറയുന്നില്ല. പരിശോധന റൊട്ടീൻ ചെക്കിംഗ്. മുൻ സർവീസുകളിൽ നിന്ന് വ്യത്യസ്തമായി മുൻകൂട്ടി ബുക്ക് ചെയ്തവർ മാത്രമാണ് ഇന്ന് ബസ്സിലുണ്ടായിരുന്നത്. 24 ഇടുക്കി. റോബിൻ ബസ് മൂന്നാമതും തടയുന്നു മോട്ടോർ വാഹന വകുപ്പ്. വാളയാറിലും ബസ് തടഞ്ഞു. യാത്രക്കാരുടെ ലിസ്റ്റ് പരിശോധിച്ച ശേഷം ബസ് വിട്ടയച്ചു. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ വെച്ചാൽ നിഖിൽ, എന്തായാലും റോബിൻ ബസ് ഇനി എന്ത് കോടതിയിൽ പോയി അവിടെ പിഴയടച്ചൊക്കെ ഇറങ്ങിയാലും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു വണ്ടി റോബിൻ ബസിൻ്റെ പിന്നാലെ ഡെഡിക്കേറ്റഡായി ഉണ്ട് അല്ലേ നിഖിൽ? തീർച്ചയായിട്ടും അശ്മി, എന്തൊരു പ്രഹസനമാണിത് എന്ന് പറയേണ്ടി വരും. കാരണം തുടർച്ചയായി ഇങ്ങനെ മോട്ടോർ വാഹന വകുപ്പ് പിന്തുടരുകയാണ് റോബിൻ ബസ്സിനെ. ഇപ്പോൾ നമ്മൾ ആ സ്റ്റോറിയിൽ കണ്ടതുപോലെ തന്നെ യാത്രക്കാരുടെ ലിസ്റ്റ് പരിശോധിക്കാനാണ് അത്ര. അത് ഒരിടത്ത് നിന്ന് പരിശോധിച്ച ശേഷം വീണ്ടും വാളയാറിൽ എന്താണ് അതിൻ്റെ ആവശ്യകത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ തുടർച്ചയായി വിവിധ ഇടങ്ങളിൽ ഈ ബസ്സിനെ ഉപദ്രവിക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള പരിശോധനകൾ നടത്തുന്നു. ആ തരത്തിൽ തന്നെയാണ് കാഴ്ചകൾ കാണേണ്ടത്. വാളയാറിലും സമാനം തന്നെയായിരുന്നു സാഹചര്യം. ബസ്സിനകത്ത് വെറുതെ ഉദ്യോഗസ്ഥർ പ്രവേശിക്കുന്നു, ഈ ലിസ്റ്റ് പരിശോധിക്കുന്നു. അതിനുശേഷം ലിസ്റ്റ് പരിശോധിക്കാൻ വന്നതാണ് എന്ന് റോബിൻ ഗിരീഷിനെ അറിയിച്ച ശേഷം മടങ്ങുന്നു. അങ്ങനെ ഇപ്പോൾ കോയമ്പത്തൂരിലേക്ക് ഈ ബസ് യാത്ര തിരിച്ചിരിക്കുകയാണ്. വളരെ കുറഞ്ഞ സമയം മാത്രമേ പരിശോധനകൾ ഉണ്ടായിരുന്നുള്ളൂ. എന്നിരിക്കെ പോലും ഈ ബസ്സിനെ പ്രയാസത്തിലാക്കുക, അവരുടെ ട്രിപ്പുകളെ അതിൻ്റെ സമയം അവർക്ക് കൃത്യമായി പാലിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുക, ഇത് തന്നെയാണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കണം. എന്തായാലും ഈ നിയമ നടപടികൾക്കൊക്കെ ശേഷം വീണ്ടും ആരംഭിച്ച ആദ്യ ട്രിപ്പിൽ തന്നെ അവർക്കൊരു വിഘാതം സൃഷ്ടിക്കുന്ന തരത്തിലേക്കാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടികൾ മുന്നോട്ട് പോകുന്നത്. ഹാഷ്മി. നിഖിൽ പരമേശ്വരാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. സാധാരണ പരിശോധന മാത്രം എന്ന് മോട്ടോർ വാഹന വകുപ്പ് പറയുമ്പോഴും അത് അത്ര സാധാരണമല്ല എന്ന് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ അറിയാം. എന്തായാലും അത് റോബിൻ ബസ് നിയമവിരുദ്ധത കാണിക്കുന്നു എന്ന് നമ്മുടെ നിയുക്ത ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാണത്. അപ്പോൾ ആ ഗതാഗത ലംഘനത്തിനെതിരെയാണെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുക. അതല്ല പകപോക്കലാണെങ്കിൽ അത് ശരിയല്ല.